മിശിഹായിൽ ഒരുമിച്ച് വളരുന്നവരുടെ സമൂഹമായ സഭയെപ്പോലെ ഒരുമിച്ച് വളരാൻ ആഗ്രഹിക്കുന്ന സംരംഭകരുടെ ഒരു കൂട്ടായ്മയാണ് നസ്രാണി മാർഗം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിങ്സ് 2.0 എന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം. ചങ്ങനാശ്ശേരി, പാലാ, കാഞ്ഞിരപ്പള്ളി രൂപതകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 2, 3, 4 തീയതികളിലായി ചങ്ങനാശ്ശേരി SB കോളേജിലും അസംഷൻ കോളേജിലും സംഘടിപ്പിക്കുന്ന വിങ്സ് 2.0 സംരംഭകത്വ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദേശത്ത് കുടിയേറുന്ന യുവത്വത്തിന് രാജ്യത്ത് തുടരാനുള്ള പദ്ധതികളുമായി ചങ്ങനാശ്ശേരി അതിരൂപത ഗ്രാമങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സാധാരണക്കാരുടെ സംരംഭ ശ്രമങ്ങളെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിക്ഷേപവും ഒരുക്കി സാക്ഷാത്കരിക്കുന്നതിനാണ് ശ്രമം. പാലാ, കാഞ്ഞിരപ്പള്ളി രൂപതകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി. കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലിക്കും പഠനത്തിനുമായി നാടുവിടുമ്പോൾ നഷ്ടമാകുന്നത് മികച്ച മാനവ വിഭവശേഷിയുള്ള യുവാക്കളെയാണ്. വിദേശങ്ങളിൽ പോയി എന്തു ജോലിയും ചെയ്യാൻ സന്നദ്ധരാകുന്ന നമ്മുടെ യുവാക്കൾ നാട്ടിലൊന്നും ചെയ്യാൻ സാധിക്കാത്തവരായി മാറുന്നതിൽ സമൂഹത്തിന് പങ്കില്ലയെന്നും നമുക്ക് ലഭിക്കാനുള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണമെന്നും പറഞ്ഞ കളക്ടർ സഭാ സംവിധാനങ്ങൾ നാട്ടിൽ വ്യവസായങ്ങൾ ശക്തിപ്പെടുത്താൻ നടത്തുന്ന കൂട്ടായ ശ്രമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. കൂട്ടായ്മയാണ് വളർച്ചയുടെ അടിസ്ഥാനം. വ്യവസായ സംരംഭകർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം ചൂണ്ടിക്കാട്ടി. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നാടുവിടുന്ന യുവജനങ്ങൾക്ക് പ്രത്യാശ പകരുന്നതാണ് ഈ പരിപാടിയെന്നും പിതാവ് കൂട്ടിച്ചേർത്തു. ഒരുമിച്ച് വളരുന്ന, പരസ്പരം വളർത്തുന്ന ഒരു കൂട്ടായ്മയാകണം നമ്മൾ. ഇത് നൂതനമായ ഒരു ആശയമല്ല. നമ്മുടെ സഭ അങ്ങനെയാണ് ആരംഭം കുറിച്ചത്. ഒരുമിച്ചല്ലാതെ സഭയ്ക്ക് വളരാൻ സാധിക്കുകയില്ല. ഒരുമിച്ചില്ലെങ്കിൽ സഭ വളരുകയില്ല. സഭയെന്നല്ല ഒരു പ്രസ്ഥാനവും ഒരു കൂട്ടായി ഒരു സമൂഹവും വളരുകയില്ല ഒരുമിച്ചില്ലെങ്കിൽ. നമ്മുടെ ശരീരം അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ട്. ഓരോ അവയവത്തിനും അതിൻ്റെതായ ദൗത്യമുണ്ട്. പക്ഷേ ഒരുമിച്ച് വളരുന്നു, പരസ്പരം വളർത്തുന്നു. പിറന്നു വീണ മണ്ണിനോടും ജന്മഭൂമിയോടും ലഭിച്ച വിശ്വാസത്തോടുമുള്ള പ്രതിബദ്ധതയോടെ എങ്ങനെ ഈ മണ്ണിലായിരിക്കാം, എങ്ങനെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് നീങ്ങാം എന്ന കൂട്ടായ്മയുടെ ശ്രമമാണ് വിങ്സ് 2.0 എന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ മുഖ്യപ്രഭാഷണത്തിൽ വ്യക്തമാക്കി. വിദേശത്തേക്കുള്ള അശ്രദ്ധമായ, അർത്ഥശൂന്യമായ കൂട്ടപലായനങ്ങളുടെ വലിയ സങ്കടങ്ങൾ, ആ സങ്കടങ്ങളാണ് വലിയ പിതാവ് ഇവിടെ പറഞ്ഞതും അതുപോലെ പാലക്കലച്ചനും അതുപോലെ നന്നേ കുറെ കൂടെ പ്രായോഗികമായിട്ട് കളക്ടറും ഇവിടെ പങ്കുവെച്ചത്. അത്തരം അവസരങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ട് പിറന്നു വീണ മണ്ണിനോടും ഈ ജന്മഭൂമിയോടും ലഭിച്ച വിശ്വാസത്തോടുമുള്ള പ്രതിബദ്ധതയോടെ എങ്ങനെ നമുക്ക് ഈ മണ്ണിലായിരിക്കാം, ഈ കാലഘട്ടത്തിൽ എങ്ങനെ മുൻപോട്ട് നീങ്ങാം എന്നുള്ളതിൻ്റെ കൂട്ടായ ഒരു തിങ്ക് ടാങ്ക്, കൂട്ടായിട്ടുള്ള ഒരു ശ്രമമാണ്. അത്തരത്തിലുള്ള ചില വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു സമ്മേളനവും പരിശീലനവുമാണ് വിങ്സ് 2.0 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ഈ ചിന്തകൾക്ക് ഈ ചെറിയൊരു ലിമിറ്റഡ് സ്കോപ്പ് അല്ല ഉള്ളത്. ഒരുപക്ഷെ ഇവിടെ പങ്കെടുക്കുന്നവർ, ഇതിൽ പൂർണ്ണമായിട്ട് പങ്കുചേരുന്നവർ 10-250 പേരുണ്ടെങ്കിൽ പോലും അവരിലൂടെ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനുള്ളതാണെന്നുള്ള ഒരു വിത്താണിത്. കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു. അതിരൂപത വികാരി ജനറൽ ഫാദർ അലക്സ് പാലമറ്റം ആമുഖ പ്രസംഗം നടത്തി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംരംഭ പരിശീലന പരിപാടിയിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് MP ജോസഫ് IAS, തോമസ് കുരുവിള, മാർ തോമസ് തറയിൽ, മാർ തോമസ് പാടിയത്ത്, പ്രകാശ് GS, മാത്യു വർഗീസ് തുടങ്ങിയ പ്രഗത്ഭർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കേരള ഗ്രാമീൺ ബാങ്കിന്റെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടികൾക്ക് ഡോക്ടർ ജോജോ കെ ജോസഫ്, എബി കുളംതര, ഫാദർ ജോർജ് മാന്തുരുത്തി, ഫാദർ തോമസ് പാറത്തറ, ഫാദർ YG പ്ലാത്തോട്ടം എന്നിവരുടെ നേതൃത്വത്തിലാണ് 3 ദിവസത്തെ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സമുദായം എന്ന തിരിച്ചറിവിലാണ് സഭയുടെ നീക്കം. വ്യവസായ വാണിജ്യ മേഖലയിലേക്ക് കൂടി അംഗങ്ങളെ എത്തിക്കുകയാണ് ലക്ഷ്യം. ബിസിനസ് മേഖലകളിൽ വിജയിച്ച സമുദായ അംഗങ്ങളുടെ മാർഗനിർദ്ദേശത്തോടെ എല്ലാ ഇടവകകളിലും സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ചർച്ച് ഡെസ്ക്, ഷെക്കിന ന്യൂസ്.